വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മാത്യു കുഴൽനാടൻ MLA വിദ്യാസ്പർശം പദ്ധതിയുടെ ഭാഗമായി മെറിറ്റ് അവാർഡ് വിതരണം നടത്തി. മന്ത്രി റോജി എം ജോൺ മെറിറ്റ് അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മാത്യു കുഴൽനാടൻ MLA നടപ്പാക്കുന്ന വിദ്യാസ്പർശം പദ്ധതിയുടെ ഭാഗമായുള്ള മെറിറ്റ് അവാർഡ് വിതരണം നടത്തി. മന്ത്രി റോജി എം ജോൺ മെറിറ്റ് അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ആഗോളതലത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം സമീപഭാവിയിൽ മാറുമെന്നും ഇതിനുള്ള ശ്രമങ്ങൾ സർക്കാർ തലത്തിൽ തുടങ്ങിയതായും മന്ത്രി പറഞ്ഞു. എല്ലാ വിഷയത്തിനും A+ ഒക്കെ കിട്ടിയാലും ഞങ്ങൾ ചില സ്ഥലത്ത് ഇതുപോലെ സമ്മാനമൊക്കെ കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുട്ടി പറഞ്ഞു, സാർ മെമൻറ്റോ ഒക്കെ കിട്ടി, ഫോട്ടോ ഒക്കെ എടുത്തു, വളരെ സന്തോഷം, പക്ഷേ ഇതുവരെ അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഫുൾ A+ കിട്ടിയാൽ പോലും നമ്മൾ വിചാരിക്കുന്ന നിലയ്ക്ക് ഒരു കമ്പ്യൂട്ടർ സയൻസിന് അഡ്മിഷൻ കിട്ടാനോ BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടാനോ BComന് അഡ്മിഷൻ കിട്ടാനോ ഒന്നും അത്ര എളുപ്പമല്ല. അത്രയേറെ മത്സരം നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. അങ്ങനെ വളരെ കോമ്പറ്റീറ്റീവായിട്ടുള്ളൊരു ലോകത്തിലേക്കാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ആ കടന്നു ചെല്ലുന്ന എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ഇതുപോലെ വിജയം ആവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ചെല്ലുന്ന എല്ലാ സ്ഥലത്തും വിജയിക്കണമെന്ന് നിർബന്ധമില്ല. എപ്പോഴും ജീവിതത്തിൽ വിജയം കൈവരിച്ചവരും എന്നും എപ്പോഴും വിജയിച്ചവരല്ല. പരാജയങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. മെസ്സി കഴിഞ്ഞ ലോകകപ്പ് നേടിക്കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞു ഇതോടുകൂടി മെസ്സി വിരമിക്കും, കപ്പൊക്കെ അടിച്ചു, കളി അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ 4 വർഷങ്ങൾക്ക് ശേഷം ഈ വേൾഡ് കപ്പിൽ മെസ്സി നടത്തിയ പെർഫോമൻസ് നമ്മളെല്ലാവരും കണ്ടതാണ്. റൊണാൾഡോയുടെ പെർഫോമൻസ് കണ്ട് എല്ലാവരും വളരെ ഡിസപ്പോയിൻറ്റഡ് ആയി. പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ റൊണാൾഡോ എങ്ങനെയാണ് തിരിച്ചു വന്നത് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ അത്തരത്തിൽ നമ്മൾ കഠിന പ്രയത്നം ചെയ്യാൻ ശ്രമിച്ചാൽ ജീവിതത്തിൽ നിങ്ങൾ വിജയം കൈവരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ നിങ്ങൾക്ക് ഇനിയുള്ള എല്ലാ പരീക്ഷകളിലും, ഇനി വരാൻ പോകുന്ന ഓരോ പരീക്ഷയിലും ആ നിലയ്ക്കുള്ള വിജയങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവരെയും CBSE ICSE വിഭാഗങ്ങളിൽ 10-12 ക്ലാസ് പരീക്ഷകളിൽ ഓരോ വിഷയങ്ങളിലും 90% മാർക്കിന് മുകളിൽ നേടിയവരെയും യൂണിവേഴ്സിറ്റി പരീക്ഷകളിലെ റാങ്ക് ജേതാക്കളെയും 100% വിജയം നേടിയ മുഴുവൻ വിദ്യാലയങ്ങളെയുമാണ് ചടങ്ങിൽ ആദരിച്ചത്. നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിങ്ങളോട് പറയുന്നുണ്ടാകും this is not the right thing to do. പക്ഷെ ആ സമയത്ത് നോ പറയാനുള്ള തൻ്റെ ഇടമുണ്ടോ എന്നതാണ് ചോദ്യം. അത് നിങ്ങളെ ഗാർഡ് ചെയ്യുന്ന, നിങ്ങളുടെ ലൈഫിനെ ഗാർഡ് ചെയ്യുന്ന ഒരു നോയാണ്. മാത്യു കുഴൽനാടൻ MLA അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KM സലീം, KM അബ്ദുൾ മജീദ്, KM പരീദ്, ജോസ് പെരുമ്പിള്ളിക്കുന്നേൽ, ഉല്ലാസ് തോമസ്, സാബു ജോൺ, സുഭാഷ് കടക്കോട്, നജീ ഷാനവാസ്, ജോർജ് മാന്തോട്ടം കോർ എപ്പിസ്കോപ്പ, ഷെൽമി ജോൺസ്, PA ബഷീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ 1-ാം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.